ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബ്രിട്ടീഷുകാർ ബംഗാൾ പിടിച്ചെടുക്കുക അല്ലെങ്കിൽ ഇന്ത്യ പിടിച്ചെടുക്കുന്ന സമയത്ത് ഇന്ത്യയുടെയും ബംഗാളിൻ്റെയും അവസ്ഥ എന്തായിരുന്നു എന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, പശ്ചാത്തലം എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ചലഞ്ചസ്. എന്തൊക്കെയാണ് പുറത്തുനിന്നുള്ള ചലഞ്ച് ഉണ്ടായിരുന്നത്? നാദിർ ഷാ പെർഷ്യൻ റൂളർ, അതുപോലെ തന്നെ അഹമ്മദ് ഷാ അബ്ദാലി നിരന്തരം നമുക്ക് ലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഇവിടെ മുഗൾ ഫോഴ്സസ് താഴെ പോയി, അതുകൊണ്ട് തന്നെ അവർക്ക് ഇത് എന്താ പറയുക അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ നാദിർ ഷാ അഹമ്മദ് ഷാ അബ്ദാലിയും ഇപ്പോൾ തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പറ്റൊക്കെ അഹമ്മദ് ഷാ അബ്ദാലിയാണ് ചെയ്തത്. അതുകൊണ്ട് ഈ കാലഘട്ടത്ത് ഒരു 1707 നമ്മുടെ ഔറംഗസേബ് മരിച്ച സമയത്ത് പിന്നെ ഇവർക്ക് ഒരു മുഗൾ റൂൾ എന്ന് പറയുന്നത് ഒരു പേരിന് മാത്രമായി. അപ്പോൾ അതൊരു വലിയ പ്രശ്നമായിരുന്നു. അതുപോലെ തന്നെ അപ്പോൾ അറ്റാക്സ് ഓഫ് നാദിർ ഷാ ആൻഡ് അഹമ്മദ് ഷാ അബ്ദാലി, ഫ്രീക്വൻറ്റ് റെയ്ഡുകൾ. അപ്പോൾ ആൾക്കാർക്കും മുകളിലൊരു വിശ്വാസം നശിച്ചു തുടങ്ങി. മാത്രമല്ല ഫറൂഖ് ഷിയാർ പോലെയുള്ള ഏറ്റവും അവസാനത്തെ ശക്തിയുള്ള ഇത്തിരിയെങ്കിലും ശക്തിയുള്ള ആളെന്ന് പറയുന്നത് ഫറൂഖ് ഷിയാറൊക്കെയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് തീരെ നല്ലതല്ലാത്ത രാജാക്കന്മാർ മുഗൾ റൂളേഴ്സിൽ വരാൻ തുടങ്ങി. പിന്നെ തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പറ്റ് മറാത്താസുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ മറാത്താസും ഏകദേശം തീർന്നിന്. കാരണം മറാത്താസിനും അത്രയധികം പവർ ഇല്ലാതെ ക്ഷയിച്ചു പോയി. കാരണം 1761 തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പറ്റ് ഉണ്ടായിരുന്നത്. മറാത്താസ് വേഴ്സസ് അഹമ്മദ് ഷാ അബ്ദാലി, അഫ്ഗാൻ റൂളർ. ആരാണ് ജയിച്ചത്? അബ്ദാലിയാണ് ജയിച്ചത്. അതുകൊണ്ട് തന്നെ അവരുടെ പവർ വീക്കൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മുഗൾ എംപയറിൻ്റെ എല്ലാ തരത്തിലുള്ള കൊളാപ്സ്, ഡിക്ലൈൻ ഓഫ് മുഗൾ എംപയർ. മുഗൾ എംപയർ ക്ഷയിച്ചു പോയതിന് മെയിൻ കാരണം വെച്ചാൽ അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ് ഉണ്ട്, പിന്നെ നല്ല റൂളേഴ്സ് ഇല്ലാത്തത് കൊണ്ട് ഒക്കെ പോയി. അപ്പം ഔറംഗസേബ് വരെയാണ് ഒരു എംപയർ എന്ന രീതിയിൽ ഇന്ത്യയെ കാത്തു സൂക്ഷിക്കാൻ ആർക്ക് പറ്റിയത്? മുഗൾ റൂളിനെ പറ്റിയത്. അതിനുശേഷം അതൊരു ഡിസൻറ്റഗ്രേറ്റഡ് ആണ്, വിഭജിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോഴാണ് നമ്മൾ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് റൈസ് ഓഫ് റീജിയണൽ സ്റ്റേറ്റ്സ്. റീജിയണൽ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ രാജ്യങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ സ്റ്റേറ്റുകൾ ഫോം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഹൈദരാബാദിൽ നിസാമുണ്ട്, നിസാമുൽ മുൽക്കുണ്ട്, അവധ് ഈ പറഞ്ഞ അവസ്ഥ ഉണ്ടപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്തു? ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവരവരുടെ ലോക്കൽ റൂളേഴ്സ് റൂൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ മൈസൂറിൽ വോഡെയർ ഡൈനാസ്റ്റി ഉണ്ട്, ഹൈദരാലി ഉണ്ട്. വോഡെയർ ഡൈനാസ്റ്റിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് ഹൈദരാലി വന്നത്. പിന്നെ ടിപ്പു സുൽത്താൻ ഏറ്റെടുത്തു. കേരളത്തിൽ മാർത്താണ്ഡവർമ്മ എസ്റ്റാബ്ലിഷ് ചെയ്തു. നിങ്ങൾക്കറിയാം കുളച്ചൽ യുദ്ധമൊക്കെ 1741 ട്രീറ്റി ഓഫ് വേണാട് 1723 അതുപോലെ തന്നെ മാവേലിക്കര ട്രീറ്റി 1753 അപ്പം കേരളത്തിലും എന്താണ് ഈ പറഞ്ഞ റീജിയണൽ റൂളേഴ്സ് വരാൻ തുടങ്ങി. പിന്നെ ജാറ്റ്സ്, ഡൽഹിയിലും മധുരയിലൊക്കെ ജാറ്റ്സ് വരാൻ തുടങ്ങി. പിന്നെ സിഖ് വരാൻ തുടങ്ങി, സിഖ് റൂളേഴ്സ് വരാൻ തുടങ്ങി. മറാത്താസ് 1761 തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പറ്റിൽ തകർന്നിരിക്കുകയാണെങ്കിലും അവരെന്തിനും കോൺഫെഡറസീസ് ഉണ്ടാക്കി, അതായത് ചെറിയ ചെറിയ സബ്സെക്ഷൻസ് ഉണ്ടാക്കി. പെഷ്വാസ് ഓഫ് പൂനെ, ഹോൾക്കാർസ് ഓഫ് ഇൻഡോർ, സിന്ധ്യാസ് ഓഫ് ഗ്വാളിയർ, അങ്ങനെ ഓരോ സെക്ഷനിൽ ഗ്വാളിയറിൽ സിന്ധ്യാസ്, ഹോൾക്കാർസ് ഇൻഡോറിൽ, അങ്ങനെ പല പല സെക്ഷൻസായി മാറി. അപ്പോൾ റീജിയണൽ സ്റ്റേറ്റ്സിൻ്റെ എന്താ ലിമിറ്റേഷൻ ഉണ്ടായിരുന്നത്? ഇൻഡിപെൻഡൻറ്റ് പൊളിറ്റിക്കൽ സിസ്റ്റം ദാറ്റ് എമേർജ്ഡ് ഇൻ ദ പ്രൊവിൻസസ് കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ടൈസ് വിത്ത് ദ മുഗൾ ഇമ്പീരിയൽ അതോറിറ്റി ആൻഡ് അക്നോളജ്ഡ് എംപയർസ് ഇമ്പോർട്ടൻസ് ആസ് അംബർല. ഈവൻ റബൽ ചിഫ്റ്റൻസ് ഓഫ് ദ മറാത്താസ് ആൻഡ് സിഖ്സ് റെക്കഗ്നൈസ് ദ മുഗൾ എംപയർ ആസ് എ സുപ്രീം അതോറിറ്റി. ഇവർക്കൊക്കെ ഉള്ളതെന്ന് പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനെ ബൈൻഡ് ചെയ്തിരുന്നു. ഇത്രയും വർഷം 350 കൊല്ലം ബൈൻഡ് ചെയ്തിരുന്ന മുഗൾ റൂളാണ്. അതുകൊണ്ട് തന്നെ അവരെന്താ ഇപ്പോഴും ഈ ലിമിറ്റേഷൻ ഓർ റീജിയണൽ സ്റ്റേറ്റ്സിൻ്റെ എന്താ? റീജിയണൽ സ്റ്റേറ്റ്സ് അവർ ഇൻഡിപെൻഡൻ്റായി നിലനിൽക്കുമ്പോഴും അവരെന്താണ് ഈ മുഗൾ റൂളിനെയാണ് അവർ നോക്കിക്കാണുന്നത്. മുകളിൽ ഇങ്ങനെ ഒരു അംബർല പോലെ പ്രൊട്ടക്റ്റ് ചെയ്യാനുണ്ട് എന്നുള്ളത്. അതിൻ്റെ അവസ്ഥ എന്താ? അത് തകർന്നിരിക്കുകയാണ്. അതിൽ നല്ല റൂളേഴ്സും ഇല്ല, ഒന്നുമില്ല. അതാണ് അവിടുത്തെ അവസ്ഥ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ റീജിയണൽ സ്റ്റേറ്റ്സ് ആയതുകൊണ്ട് അവർക്കൊരു ഇൻഡിപെൻഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവരും നോക്കിക്കണ്ടുകൊണ്ടിരുന്നത് ഈ മുഗൾ റൂളിനാണ്. അതാണെങ്കിൽ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് ആക്ച്വലി ബംഗാളിൻ്റെയും ഇന്ത്യയുടെയും മൊത്തത്തിലുള്ള അവസ്ഥ. റൈസ് ഓഫ് റീജിയണൽ സ്റ്റേറ്റ്സ്, സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസിൻ്റെ വീക്കനിങ്, സ്റ്റാറ്റസ് ഓഫ് എഡ്യൂക്കേഷനൊക്കെ മോശമായിരുന്നു. അതുപോലെ തന്നെ പൊസിഷൻ ഓഫ് വുമൺ ഇൻ ദ സൊസൈറ്റി എന്ന് ആലോചിക്കുക. ഇൻ ദ പാട്രിയാർക്കിയൽ സിസ്റ്റം ഇൻ ഇന്ത്യ എക്സെപ്റ്റ് ഇൻ സം സോഷ്യൽ ഗ്രൂപ്പ്സ് ഇൻ കേരള വുമൺ പൊസസ്ഡ് ലിറ്റിൽ ഇൻഡിവിജ്വാലിറ്റി ഓഫ് ദെയർ ഓൺ. വളരെ കുറച്ച് ഇൻഡിവിജ്വൽ അവകാശങ്ങൾ മാത്രമാണ്, വ്യക്തിഗത അവകാശങ്ങൾ മാത്രമാണ് സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നത്. വളരെ മോശം സ്ഥിതിയായിരുന്നു. അപ്പം ഇത്രയും കാര്യത്തിൽ എക്കണോമിക്, അഡ്മിനിസ്ട്രേറ്റീവ്, റൂൾ വൈസ്, അതുപോലെ തന്നെ ഇൻ്റഗ്രേഷൻ വൈസ് തീരെ യൂണിറ്റി ഇല്ലാത്തൊരു സ്ട്രക്ചറായിരുന്നു ബ്രിട്ടീഷുകാർ ഈ പറഞ്ഞ ഫ്രാൻസിനെയും മറ്റുള്ളവരെയും തോൽപ്പിച്ച് നിൽക്കുന്ന സമയത്ത് ബംഗാളിൻ്റെയും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കൊരു എക്സലൻ്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഇത് ബ്രേക്കിങ് ചെയ്ത് ഒരു കമേഴ്ഷ്യൽ ടൈ എന്ന രീതിയിൽ മാത്രമല്ല, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ്, ഭരണത്തിനൊരു സെറ്റപ്പ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ബാക്ക്ഗ്രൗണ്ടായിരുന്നു ഈ സമയത്തുണ്ടായിരുന്നത്. ഇന്നിവിടെ വെച്ച് നിർത്താം. നമുക്ക് അടുത്ത സെഷനിൽ നോക്കാം. ബൈ ബൈ, ടേക്ക് കെയർ.